ഇഴഞ്ഞു നീങ്ങുന്ന കോമളം പാലത്തിന്റെ പണികൾ വിലയിരുത്തുവാനെത്തിയവർ കരിക്കും കശുവണ്ടിപ്പരിപ്പും കഴിച്ചു മടങ്ങി. മെയ്യിൽ ഒക്കുമെങ്കിൽ പണി തീർക്കാമെന്ന് കരാറുകാരന്റെ ചക്കരവാക്ക്. 12 മാസം കൊണ്ട് പണി തീർക്കാമെന്ന് മന്ത്രിയുടെ മുൻപിൽ വെച്ച് പറഞ്ഞ കരാറുകാരൻ വാക്കുമാറ്റിയതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. കരിക്കും കശുവണ്ടിപ്പരിപ്പും കഴിച്ചതോടെ കേട്ടുനിന്ന ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും കരാറുകാരന്റെ ചക്കരവാക്കിൽ സമ്മതം. നല്ല കരിക്കും ഈന്തപ്പഴവും കശുവണ്ടിപ്പരിപ്പും നല്ല നാടൻ ഞാലിപ്പൂവമ്പഴവും കഴിച്ച് MLAയും ജനപ്രതിനിധികളും പോകുന്നത് കണ്ടാൽ തോന്നും കോമളം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു കാണുമെന്ന്. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ കാര്യങ്ങൾ തെറ്റി. കോമളം പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പകുതി പോലും കഴിഞ്ഞിട്ടില്ല. നദിയിലെ വെള്ളത്തെ പഴിച്ച് പണി സർക്കാരിന്റെ സ്വന്തം കരാറുകാരായ ഊരാളുങ്കൽ നീട്ടിക്കൊണ്ടു പോവുകയാണ്. പാലത്തിന് നിർമ്മാണ പ്രവർത്തന സമയത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞത് പാലത്തിന്റെ നിർമ്മാണ പുരോഗതി താൻ നേരിട്ട് ആഴ്ചതോറും വിലയിരുത്തുമെന്നാണ്. ഇത് കേട്ട കരാറുകാരൻ ആവേശം മൂത്ത് പറഞ്ഞത് അതിനേക്കാൾ വലിയ കോമഡിയാണ്. 1.5 വർഷം വേണ്ട, 1 വർഷം കൊണ്ട് പാലം പണി തീർക്കുമെന്നാണ് അദ്ദേഹം മന്ത്രിയെ സൂചിപ്പിക്കാൻ പറഞ്ഞത്. എന്നാൽ മന്ത്രിയുടെയും കരാറുകാരന്റെയും വാക്കുകളും പഴയ ചാക്കും ഒന്നുപോലെയായി എന്ന് കോമളത്തുകാർക്ക് ഇപ്പോൾ മനസ്സിലായി. കഴിഞ്ഞ ദിവസം രാവിലെ MLAയും എഞ്ചിനീയറും ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും എത്തിയപ്പോൾ നാട്ടുകാർ വിചാരിച്ചു പാലം പണി ഉടൻ തീർക്കുമായിരിക്കുമെന്ന്. എന്നാൽ ഈ വർഷം പോയിട്ട് അടുത്ത വർഷം പൂർത്തിയായാൽ നല്ലത് എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. 2025 മെയ്യിൽ കോമളം പാലത്തിന്റെ പണി തീരുമായിരിക്കുമെന്ന പ്രതീക്ഷയാണ് കരാറുകാരും ഉദ്യോഗസ്ഥരും ഇത് മുന്നോട്ട് വെക്കുന്നത്. അതുവരെ ജനപ്രതിനിധികൾ തിരിഞ്ഞും മറിഞ്ഞും നിന്ന് കുടിച്ച കരിക്കിന്റെയും ഞാലിപ്പൂവിന്റെയും ഈന്തപ്പഴത്തിന്റെയും രുചി നുണഞ്ഞ് ഇരിക്കെ. അല്ലെങ്കിൽ ഇടയ്ക്ക് പണി കാണാൻ എത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ കരാറുകാരൻ മണിയടിക്കാനായി ഇതുപോലെ വിഭവസമൃദ്ധമായ വിഭവങ്ങൾ ഒരുക്കി കാത്തിരിക്കും. ഈ വന്നവരിൽ ആരും കോമളത്ത് പാലം വന്നാൽ അതിന്റെ ഗുണം അനുഭവിക്കുന്നവരല്ല. അതുകൊണ്ട് പാലം പണി തീർന്നാലും ഇല്ലെങ്കിലും ഇവർക്ക് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നതുമില്ല. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വം നടത്തിയ തട്ടിക്കൂട്ട് നാടകത്തിൽ നിന്ന് UDF പ്രതിനിധികൾ വിട്ടുനിന്നു. കഴിഞ്ഞ 2-3 വർഷമായി കോമളം നിവാസികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ഒരു അറുതി വരുത്തണമെന്ന് മാത്രമാണ് ഇവിടുത്തുകാരുടെ ഏക ആവശ്യം. പാലം തകർന്നതിൽ പിന്നെ 6 കിലോമീറ്റർ സഞ്ചരിച്ചാണ് 100 മീറ്റർ മാത്രമുള്ള കോമളത്ത് കല്ലൂപ്പാറ കരക്കാർ എത്തുന്നത്. കോമളം പാലം ഒന്ന് പെട്ടെന്ന് പണിതു കൊടുത്താൽ കരാറുകാരന്റെ കരിക്ക് സർക്കാരത്തെക്കാൾ മികച്ച സർക്കാരും ഇവിടുത്തുകാർ MLAയ്ക്കും മറ്റ് ജനപ്രതിനിധികൾക്കും നൽകും. പാലത്തിന്റെ പണി ഇഴഞ്ഞു നീങ്ങാതെ ഈ വേനൽക്കാലം തീരുന്നതിന് മുമ്പെങ്കിലും പാലം പണിയൊന്ന് തീർക്കണമെന്ന യാചനയാണ് കരിക്ക് കുടിക്കാനും രുചിയൂറും വിഭവങ്ങൾ ഭക്ഷിക്കുവാനും എത്തിയ ജനപ്രതിനിധികളോട് നാട്ടുകാർക്ക് പറയാനുള്ളത്.